ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. കറിയും ഒന്നുമില്ലാതെ വെറുതെ കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മൈദയാകുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റാണ്, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ആയാലും മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുക, 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക, ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതിലേക്ക് ഇനി 2 കപ്പ് വെള്ളം ചേർക്കുക. 2 കപ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളം കറക്റ്റാണ്. ഈ കൺസിസ്റ്റൻസിയിലാണ് ഇത് കലക്കിയെടുക്കേണ്ടത്. ആദ്യം 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി വെള്ളവും കൂടി ചേർത്തിട്ട് കട്ടയില്ലാതെ കലക്കിയെടുക്കുക. ഇതിലേക്ക് ക്രഷ് ചെയ്തെടുത്ത ഏത്തപ്പഴം ചേർക്കാം. 2 മീഡിയം വലിപ്പത്തിലുള്ള ഏത്തപ്പഴം ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. അപ്പോൾ ഇതിൽ പഴത്തിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ടാവും. അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ബൈറ്റ് ചെയ്യാൻ കിട്ടും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അരച്ച് ചേർക്കരുത്. ഇതുപോലെ ആക്കി ഇതിലേക്ക് ചേർത്തിട്ട് ഈ ബാറ്ററുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ പഴം ഈ ബാറ്ററുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാൻ നന്നായിട്ട് ചൂടാക്കി അല്പം കുക്കിംഗ് ഓയിൽ ഒന്ന് തൂവിയതിന് ശേഷം 2 തവി വീതം ഈ ബാറ്റർ ഒഴിക്കുക. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കൂടുതലും കൂടെ പരത്തി നേർമയാക്കണ്ട, ഒന്ന് അരികൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കുക. ഇതിന് ശേഷം മൂടി വെച്ച് മീഡിയം ഹീറ്റിൽ 3 മിനിറ്റ് വേവിക്കുക. താഴെ മുരിയുന്ന പാകത്തിലായിരിക്കണം എടുക്കുന്നത്. ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇത് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം അല്പം എണ്ണ തൂവി കൊടുത്ത് ഈ പാൻ കേക്ക് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുക. അപ്പോൾ എണ്ണ എല്ലാ ഭാഗത്തും ആകും. ഇനി വീണ്ടും മൂടി വെച്ച് 3 മിനിറ്റ് മുരിക്കുക. 2 സൈഡിൻ്റെ മുരിവ് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് മുരിച്ചെടുക്കാം. ഇതിലും കൂടുതൽ മുരിച്ചെടുക്കണമെങ്കിൽ വീണ്ടും മുരിക്കാം. ഇപ്പോൾ മറ്റേ സൈഡും നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റാം. കാണുമ്പോൾ തന്നെ കൊതി തോന്നുന്ന ഒരു പാൻ കേക്കാണിത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ്റേ ഉള്ളൂ. പാൻ കേക്കുകൾ പല തരത്തിലുണ്ടാക്കാം, പല ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഗോതമ്പ് പൊടി ചേർത്തുണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. മൈദ കൊണ്ടുണ്ടാക്കുമ്പോൾ വളരെ സോഫ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ കറിയോ ചായയോ ഒന്നും വേണ്ട. നമുക്കിത് ചുട്ടെടുക്കുമ്പോൾ തന്നെ ചൂടോടെ നമുക്ക് കഴിക്കാം. വായിൽ നിന്ന് ഇറങ്ങുന്നത് അറിയേയില്ല. വളരെ സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.